എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് 21/12/2025 ഞായറാഴ്ച ഡൽഹിക്കടുത്തുള്ള ഗാസിയാബാദ് എന്ന സ്ഥലത്ത് ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ഈ വീഡിയോ ശക്തമായി വൈറലാകുന്നുണ്ട്, പലരും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിലും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു ക്രൈസ്തവ ദേവാലയത്തിലേക്ക് ചില സുവിശേഷ വിരോധികൾ, അത് തീവ്ര ഹിന്ദുത്വ ചിന്താഗതിയുള്ളവരായിട്ടാണ് അവരുടെ രൂപവും ഭാവവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം മറ്റൊന്നുമായിട്ടല്ല, മതേതരം ഉള്ള ഈ ഭാരതത്തിൽ, മതസ്വാതന്ത്ര്യമുള്ള ഈ ഭാരതത്തിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ അതിക്രമിച്ച് കയറുകയും അതിനുശേഷം പാസ്റ്ററുടെ തോളത്ത് കൈയിടുകയും പ്രത്യേകിച്ച് സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അവർ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കാണുക. मैं ये पूछना चाहता हूँ मिस्टर फादर से, चर्च का फादर से मैं पूछना चाहता हूँ कि जीसस क्राइस्ट का ग्रंथ का नाम बताओ. कोई ग्रंथ करके नहीं है दिया. हाँ, क्या है? द गॉस्पेल ऑफ जॉन्स, वो सब क्या चीज है? बाइबल क्या चीज है? धार्मिक ग्रंथ है. ये कहाँ से मैन्युफैक्चर हुआ है? जस्ट टेल मी कहाँ से मैन्युफैक्चर हुआ है? Of course, it was not printed in India. भारतवर्ष में ये पैदा हुआ ही नहीं था. विदेशी क्रिश्चियन लोगों का, विदेशी भाषाओं का बाइबल हमारे इंडिया में क्या लेगा? ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. എത്ര ധിക്കാരപരമായിട്ടാണ് ഇവർ ഒരു ക്രൈസ്തവ സുവിശേഷകൻ, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ, ഹിന്ദു വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ഒരു പൂജാരി, അപ്പോൾ അമ്പലത്തിലെ ഒരു പൂജാരിയെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ് ഒരു ചർച്ചിലെ പാസ്റ്റർ അല്ലെങ്കിൽ ഒരു വൈദികൻ. അപ്പോൾ എത്ര ധിക്കാരപരമായിട്ടാണ്. അതിനുശേഷം അവർ പറയുന്നത് ഈ ബൈബിളും യേശുക്രിസ്തുവും ഇവിടത്തെ അല്ല, അത് മറ്റു രാജ്യത്തെയാണ്. അപ്പോൾ ഇവിടെ ഇത് പറയാൻ പാടില്ല, പ്രചരിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഇതൊക്കെ ചിന്തിക്കുമ്പോഴും ഈ ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന അമേരിക്കയിൽ പോലും 1500-ലധികം ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, എത്രയോ ക്രിസ്തീയ രാജ്യങ്ങളിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെയും അവിടെയുള്ള ഹിന്ദു മതവിശ്വാസികൾ അവിടെയുള്ള ജനങ്ങളോട് അവരുടെ മതത്തെക്കുറിച്ചും അവരുടെ മതഗ്രന്ഥത്തെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത ദിവസങ്ങൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ഒരു വീഡിയോ ആണ്. ഇംഗ്ലണ്ടിൽ ഈ ഭഗവത്ഗീതയുമായി ഒരാൾ തെരുവിലൂടെ നടന്ന് ക്രൈസ്തവ സമൂഹത്തിലുള്ളവരോട് ഇത് വാങ്ങിക്കാൻ ആവശ്യപ്പെടുന്നത്. അവർ പൈസ കൊടുത്ത് ചിലർ വാങ്ങിക്കുന്നുണ്ട്, ചിലർ പറയും ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റ് ക്രൈസ്തവ രാജ്യങ്ങളിലൊക്കെയും ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ ഹിന്ദു സമൂഹത്തിന് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ നിന്ന് അവരുടെ മതം പ്രചരിപ്പിക്കാനായിട്ടുള്ള അവകാശമുള്ള സമയത്ത് ഇന്ത്യയിൽ ഓരോ ക്രൈസ്തവ ദേവാലയങ്ങളിലും കയറി ഇത്തരത്തിലുള്ള ഈ ആക്രമണങ്ങൾ നടത്തുന്നത് അത്യന്തം ഖേദകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇനി ഒരു 15-20 ദിവസത്തേക്ക് അതിശക്തമായ പ്രശ്നങ്ങളായിരിക്കും. കാരണം ഇനി ക്രിസ്മസ് വരികയാണ്, അതോടൊപ്പം തന്നെ ന്യൂ ഇയർ വരികയാണ്. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് പല ആളുകളും ക്രിസ്തീയ ദേവാലയങ്ങൾ പ്രാർത്ഥനകളും അതുപോലെ കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിക്കും. ഞാൻ മനസ്സിലാക്കുന്ന ഉത്തർപ്രദേശിൽ ഈ തവണ ക്രിസ്മസ് ദിനത്തിന് അവധിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു പ്രമുഖനായ ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ തവണ ഡിസംബർ 25 ഇവിടെ അവധിയില്ല. അത് അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ച്
പഠിപ്പിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് അന്നൊരു പ്രവൃത്തി ദിവസമായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസംബർ 25 അവരുടെ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതേസമയം ഹിന്ദു റിലീജിയനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഫെസ്റ്റിവലുകളുണ്ട്, അതുപോലെ മുസ്ലിംസിനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവർക്കുള്ള ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഡിസംബർ 25. ആ 25 ഡിസംബർ പോലും അത് ഒരു പബ്ലിക് ഹോളിഡേ ആക്കാതെ അതൊരു പ്രവൃത്തി ദിവസമാക്കി മാറ്റുന്ന ഒരു സമീപനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്താണ് ധർമാന്തരണം, അതായത് മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ചാണ്. അപ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രാർത്ഥന നടത്തുന്നു, പ്രാർത്ഥനയ്ക്ക് അനേക ആളുകൾ അവിടെ എത്തിച്ചേരുന്നു, ഇതൊക്കെയാണ്. അതോടൊപ്പം ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മതസ്വാതന്ത്ര്യമുള്ള ഈ ഇന്ത്യയിൽ തീവ്ര ഹിന്ദുത്വ ചിന്താഗതിയുള്ള ആളുകൾ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് ഇടിച്ചു കയറി ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കുകയും ക്രിസ്തുവിനെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സമീപനവും, അതുമാത്രമല്ല അതിഭയങ്കരമായ ആക്രമണങ്ങൾ ഈ അടുത്ത നാളുകളിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇത് തീർത്തും തെറ്റായ ഒരു നടപടിയാണ്. ക്രൈസ്തവ സമൂഹം ഇതിൽ ജാഗരൂകരാകുകയും ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് ഇത് കടക്കുകയും ചെയ്യണം. ഈ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ വെച്ച് ക്രൈസ്തവ സമൂഹത്തിന് യാതൊരുവിധമായ പ്രശ്നങ്ങളും ഇന്ത്യയിൽ ഉണ്ടാകുകയില്ല എന്നും എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും അതിനെ കേന്ദ്ര സർക്കാർ അതിൽ ജാഗരൂകരാണ് എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെ ലഭിച്ചിരുന്നു. ക്രൈസ്തവ ഒരു സംഘടിപ്പിച്ച ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം വന്ന് സംസാരിച്ചാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും, 100 കണക്കിന് സംഭവങ്ങളാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്നത്. അപ്പോൾ ഇത് അധികാരികളുടെ തലങ്ങളിൽ എത്തിക്കുകയും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം. അല്ല എങ്കിൽ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിരന്തരം ഉപദ്രവിക്കപ്പെടുന്ന ഒരു സമൂഹമായി തന്നെ ഇത് മാറും. അതേസമയം ക്രൈസ്തവരുടെ ദേവാലയത്തിൽ കയറി ഇവർ ഇങ്ങനെ ആക്രമണം നടത്തുമ്പോൾ ഒരു മുസ്ലിമിൻ്റെയോ മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെയോ ദേവാലയത്തിൽ അവർ കയറി ചെല്ലില്ല. കാരണം ക്രൈസ്തവ സമൂഹം ആരോടും ഒരു ഉപദ്രവത്തിനോ വഴക്കിനോ മറ്റ് കാര്യങ്ങൾക്കൊന്നും പോകില്ല. സ്നേഹത്തിൻ്റെ ഭാഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മതേതരത്വമുള്ള ഒരു രാജ്യത്ത് നമ്മൾ സ്ഥിതി ചെയ്യുമ്പോൾ അല്പമെങ്കിലും ഒരു മാന്യത മറ്റുള്ള ആളുകളും പാലിക്കണം. അത് ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അതുമാത്രമല്ല, ഇത്തരം പ്രവണതകളെ ശക്തമായി പ്രതിഷേധിക്കും. മാക്സിമം ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്ത് ക്രൈസ്തവ സമൂഹം ഇന്ത്യയിൽ പീഡനത്തിനിരയാകുന്നു എന്നുള്ള ഒരു ചിത്രം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിച്ചെങ്കിൽ മാത്രമേ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടെങ്കിലും അത് ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് അല്പമെങ്കിലും രക്ഷ നേടാനായിട്ട് സാധ്യമാവുകയുള്ളൂ.